ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ക്ലാസിക് 350യുടെ ബ്രേക്ക് പേഡ് മാറുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ബാക്കിലെ ബ്രേക്ക് പേഡ് മാക്സിമം ആയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് അത് ശ്രദ്ധിക്കാം. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തവരേക്കും ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയോടെയും നിങ്ങളുടെ എല്ലാ സഹകരണത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം നമുക്കിവിടെ ചെയ്യേണ്ടത് ഈ രണ്ട് പിന്ന് അതൊക്കെ നോസ് ക്ലിയർ വെച്ചതാ ഇങ്ങനെ ഒന്ന് എടുക്കണം. കണ്ടോ? എന്നിട്ട് ഈ ലോക്ക്, ഈ സ്റ്റഡ് നമുക്ക് ഇതിലേ എടുത്ത് എന്നിട്ട് ഈ പേഡ് ഇതാ പറഞ്ഞു പോന്നു. കണ്ടോ? ഒഴിച്ച് അതുണ്ടോ? ഇതിപ്പം മെറ്റല് ഉരഞ്ഞു തുടങ്ങി. പേഡ് വലിയ ഡിസ്ക് വലിയ പ്രശ്നം ഇല്ല എങ്കിലും ഈ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മാറ്റണം. അത് പുതിയത് 230 രൂപയാണ് ജോന് റോയൽ എൻഫീൽഡിൻ്റെത്. വ്യത്യാസം കണ്ടോ? അപ്പോൾ നമുക്കിതെങ്ങനെ ഹോൾഡ് ചെയ്ത് നോക്കാം. ഈ പേഡ് അപ്പുറത്തെ സൈഡിൽ ആദ്യം നമുക്ക് അതിന് മുമ്പ് നമുക്ക് ആ പിസ്റ്റൺ ഒന്ന് റിലീസ് ചെയ്യണം. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് പതുക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ മൊമെൻ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ടൈറ്റ് ആണെങ്കിൽ നമുക്ക് യൂണിറ്റ് ഇളക്കി ചെയ്യേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ ഫ്രീ ഉണ്ട്. ഇത് എടുത്ത് ഞാൻ വച്ചിട്ട് ഈ സ്റ്റഡ് നേരത്തെ ഊരി എടുത്തതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ അതൊക്കെ ഈ ഹോൾ വഴിക്ക് എന്നിട്ട് അടുത്ത പേഡ് ഈ സൈഡിൽ ഇതിങ്ങനെ ലൂട്ട് ഇവിടെ കാണിച്ചു തലയെടുത്ത് ഈ സ്റ്റഡ് എത്ര. പിന്നെ ആര് ലോക്ക് നമുക്ക് രണ്ട് ലോക്ക് വരുന്നുണ്ട്. രണ്ട് ലോക്കും ഈ സെക്കൻഡ് അത് ലൂസാണ്. അതൊന്ന് ബെൻഡ് ചെയ്ത് നമുക്കിതാ ഇവിടെ ഇതും അതുപോലെ ഇങ്ങനെ ഫ്രീ ആണെങ്കിൽ ഒന്ന് പിച്ച് അപ്പോൾ പിന്നെ ബ്രേക്ക് നോക്കൂ. ബ്രേക്ക് ആയിട്ടുണ്ട്. ലേശം ഒന്ന് ഓടിക്കഴിയുമ്പോൾ നല്ല പക്ക ബ്രേക്കാവും. അപ്പോൾ ഇതിനെയാണ് റോയൽ എൻഫീൽഡിൻ്റെ പേഡ് മാറുന്നത്. പുതിയ മോഡൽ ക്ലാസിക് 350യുടെ പേഡ് മാറുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു.